ഉന്നതരെ തൊടാതെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും അന്വേഷണം. നിലവിലത്തെയും മുൻപത്തെയും ദേവസ്വം പ്രസിഡന്റുമാർ ഉൾപ്പെടെ സംശയനിഴലിൽ നിൽക്കുമ്പോഴും അന്വേഷണ സംഘം മന്ദഗതിയിൽ പോകുന്നതിനെതിരെ ആക്ഷേപം ശക്തമാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വാർത്ത നൽകിയതാണ്. അതായത് മുരാരി, പോറ്റി, ഈ രണ്ടുപേരെ ചുറ്റിപ്പറ്റി മാത്രം SIT സംഘം ഇങ്ങനെ അന്വേഷിക്കുന്നു. അവരോട് മാത്രം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് പോകാൻ ഈ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മുകളിലേക്ക് പോകണം, വിശാലമായ അന്വേഷണം വേണം, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം പിടിക്കണം എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് അന്വേഷണം ഇങ്ങനെ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നു? പിന്നിലാര്? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ പ്രാഥമിക റിപ്പോർട്ട് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും അന്വേഷണം മന്ദഗതിയിൽ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ കേസിന്റെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നാടകീയതയാണ് എന്നൊരു ആരോപണം ഒക്കെ തന്നെയും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയുന്നത് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ട് പോലും കൂടുതൽ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ലേ എന്നത് തന്നെയാണ് ഒരു പ്രധാന ചോദ്യമായി ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ റാന്നി കോടതിയിൽ എത്തിച്ചതിന് ശേഷം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുവരികയും റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. തുടർന്ന് ഇന്നും മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. തുടർന്ന് റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് കസ്റ്റഡിയിൽ ചോദിക്കുമോ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താത്തത്, അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താത്തത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ഈ 2019 ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുരാരി ബാബു അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നൊരു സൂചന കൂടി ലഭ്യമായിട്ടുണ്ട്. കൃഷ്ണരാജ്, അങ്ങനെയാണെങ്കിൽ എത്തരത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടുപേരെയും കേന്ദ്രീകരിച്ച് മാത്രമാണ്, ആദ്യഘട്ടമല്ല, ഈ അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടന്നിരുന്നു. എന്നാൽ ഈ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട നിലവിൽ ആരെയും തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ദേവസ്വം ബോർഡിലെ നിരവധി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ തന്നെയും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരിലേക്ക് മാത്രം ചുരുങ്ങി നിൽക്കുന്നു. ഇപ്പോഴും വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന.